നമസ്കാരം. നമ്മൾ അവസാന ക്ലാസ്സിൽ വെർട്ടിക്കൽ സ്ട്രിപ്പും ഹൊറിസോണ്ടൽ സ്ട്രിപ്പുമായി ബന്ധപ്പെട്ട കണക്കുകളാണ് പറഞ്ഞത്. ഇനി ഈ ക്ലാസ്സിൽ അതുമായി ബന്ധപ്പെട്ട കണക്കുകൾ തന്നെ, പക്ഷേ വേറൊരു ഹെഡിങ്ങിലൂടെയാണ് പോകുന്നത്. ഇൻ്റഗ്രേറ്റിംഗ് ബൈ റിവേഴ്സിംഗ് ദ ഓർഡർ. അതായത് റിവേഴ്സിംഗ് ദ ഓർഡർ എന്ന് പറഞ്ഞാൽ വെർട്ടിക്കലായി തന്നിരിക്കുന്നതിനെ ഹൊറിസോണ്ടൽ സ്ട്രിപ്പിലേക്കും ഹൊറിസോണ്ടൽ സ്ട്രിപ്പായി തന്നിരിക്കുന്നതിനെ വെർട്ടിക്കൽ സ്ട്രിപ്പിലേക്കും മാറ്റുക. ഫോർ എക്സാമ്പിൾ നോക്കൂ, നമ്മൾ ആദ്യം പഠിച്ചത്, നമ്മൾ ആദ്യത്തെ 1-2 ക്ലാസ്സുകളിൽ 0 to 1, 0 to 2, xy dx dy എന്ന് പറഞ്ഞു. ഇവിടെ ഞാൻ പറഞ്ഞു എക്സിന് ഒരു നമ്പർ തരുമ്പോൾ വൈക്ക് ഫ്രം ബിഗിനിങ് നമ്പർ തരുമ്പോൾ ബിഗിനിങ് ടു എൻഡ് നമ്പർ തരുമ്പോൾ അത് റെക്റ്റാങ്കുലർ റീജിയൻ ആണ്. റെക്റ്റാങ്കുലർ റീജിയൻ ആണെങ്കിൽ ഈ ഓർഡർ റിവേഴ്സ് ചെയ്യാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. xy dy dx എന്ന് ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും റിവേഴ്സ് ചെയ്ത് എഴുതാം. അപ്പോൾ ഇവിടുത്തെ ലിമിറ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. 0 to 1, 0 to 2 ഒന്ന് ചേഞ്ച് ചെയ്താൽ മതി റെക്റ്റാങ്കുലർ ആണെങ്കിൽ. എന്നാൽ നോൺ റെക്റ്റാങ്കുലർ ആണെങ്കിൽ, നോൺ റെക്റ്റാങ്കുലർ ആണ് സപ്പോസ് നമ്മൾ നേരത്തെ ചെയ്ത 0 to 2 അല്ലെങ്കിൽ x to x സ്ക്വയർ സംതിങ് xy dy dx എന്നാണ് വെക്കുക. ഇവിടെ ഇത് വെർട്ടിക്കൽ സ്ട്രിപ്പാണ്, അതുകൊണ്ടാണ് dy ആദ്യം കിടക്കുന്നത്. വെർട്ടിക്കൽ സ്ട്രിപ്പിനെ നിങ്ങൾ തിരിച്ച് ഇങ്ങനെ മാറ്റുമ്പോൾ, തിരിച്ചെഴുതുമ്പോൾ ഇത് dx dy എന്നാകും. dx എന്ന് പറഞ്ഞാൽ സപ്പോസ് ഇതാണ് കർവെങ്കിൽ ഇങ്ങനെ കിടന്ന കർവിനെ വെർട്ടിക്കലായിട്ടുള്ള സ്ട്രിപ്പായിരുന്നു. അതിനെ തിരിച്ച് ഹൊറിസോണ്ടൽ ആക്കുമ്പോൾ ഇവിടെ y to yക്ക് പകരം x to x എന്നാകും. അപ്പോഴത്തേക്ക് ഇതിൻ്റെ ഇക്വേഷനെ മാറും. ഇവിടെ y = x y = x² എന്നാണെങ്കിൽ നമ്മൾ ഹൊറിസോണ്ടൽ ആക്കുമ്പോൾ ഇവിടെ ഡബിൾ ഇൻ്റഗ്രൽ വരുമ്പോൾ ഇവിടെ കൊടുക്കുന്നത് വേറെ ഫംഗ്ഷനുകളായിരിക്കും. അല്ലാതെ ഇത് എഴുതുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചെഴുതാൻ കഴിയുകയില്ല. കാരണം വെർട്ടിക്കൽ സ്ട്രിപ്പ് ഹൊറിസോണ്ടൽ ആകുമ്പോൾ ഫംഗ്ഷനുകൾ, ഇവിടെ കൊടുക്കുന്ന ഫംഗ്ഷനുകൾ മാറും. ഇവിടെ y to y കൊടുത്തതിന് പകരം x to x ആണ് കൊടുക്കുക. അപ്പോൾ ഇവിടെ x = സംതിങ് അത് വൈയിലേക്ക് മാറും. അപ്പോൾ വെർട്ടിക്കൽ ടു ഹൊറിസോണ്ടൽ നോൺ റെക്റ്റാങ്കുലർ റീജിയൻ ആണെങ്കിൽ വെർട്ടിക്കൽ ടു ഹൊറിസോണ്ടൽ റൊട്ടേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചേഞ്ചിങ് ദ ഓർഡർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റിവേഴ്സിംഗ് ദ ഓർഡർ അല്ലെങ്കിൽ ചേഞ്ച് ഓഫ് ഓർഡർ എന്ന് പറയുന്നത് എളുപ്പമല്ല. കാരണം അത് ഗ്രാഫ് വരച്ച് വെർട്ടിക്കൽ ആയിട്ടുള്ളതിനെ ഹൊറിസോണ്ടൽ ആക്കുമ്പോൾ എവിടം തൊട്ട് എവിടം വരെ എവിടം തൊട്ട് എവിടം വരെ വരുമെന്ന് നോക്കി ആ ഫംഗ്ഷൻ കൊടുത്തു വേണം മാറ്റാൻ. അല്ലാതെ റെക്റ്റാങ്കുലർ റീജിയനിൽ ചെയ്യുന്നത് പോലെ ഇൻ്റഗ്രേഷനുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ അത് നടക്കില്ല. അതുകൊണ്ട് തന്നെ അത് പ്രത്യേകം ഒരു ചോദ്യമായി നമുക്ക് ചോദിക്കാം. നോക്കൂ, ഒരു ക്വസ്റ്റ്യൻ: ഇവാലുവേറ്റ് ദ ഇന്റഗ്രൽ 1 to 3 ഇന്റഗ്രൽ 0 to ln x dy dx ബൈ റിവേഴ്സിംഗ് ദ ഓർഡർ ഓഫ് ഇൻ്റഗ്രേഷൻ. റിവേഴ്സിംഗ് ദ ഓർഡർ. അപ്പം ഇവിടെ നോക്കൂ, dy ആണ് ആദ്യം കിടക്കുന്നതെങ്കിൽ ഇത് വെർട്ടിക്കൽ സ്ട്രിപ്പാണ് തന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. വെർട്ടിക്കൽ സ്ട്രിപ്പ് എന്ന് പറഞ്ഞാൽ dy ആണ്. dy എന്ന് പറഞ്ഞാൽ ആദ്യം കിടക്കുന്ന ആൾ y-യുടെ ലിമിറ്റാണ്. അപ്പോൾ y = 0, y = ln x എന്ന് അന്നേരം എഴുതിക്കൊള്ളുക. കാരണം ഇത് y-യുടെ ആളുകളാണ്. ഇതാണ് x-ൻ്റെത്. x = 1, x = 3. കണ്ടല്ലോ. ഇനി ഈ ഗ്രാഫ് നിങ്ങൾ വരയ്ക്കുമ്പോൾ എന്താ സംഭവിക്കുക നോക്കൂ. y = 0 എന്ന് പറഞ്ഞാൽ x ആക്സിസ് ആണ്. y = ln x-ൻ്റെ ഗ്രാഫ്, ലോഗരിതം ഓഫ് x-ൻ്റെ ഗ്രാഫ് ഇങ്ങനെയാണ് പോവുക. y = ln x. ഇതൊരു റെഫറൻസ് ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻ ആണ്. y = ln x-ൻ്റെ ഗ്രാഫ് ഇതാണ്. ഇനി x = 1 നോക്കൂ, ln 1 ആണ് 0. ln 1 ആണ് 0. അപ്പോൾ ഈ പോയിന്റ് ആണ് 1, കാരണം ln 1 0 ആണ്. 1 ആൻഡ് x = 3 ഇവിടെ വരും. ഇതാണ് x = 3. കണ്ടില്ലേ, ഇതാണ് x = 3. അപ്പം ഇതായിരുന്നു നമ്മുടെ റീജിയൻ. ഈ റീജിയനിൽ അവർ വെർട്ടിക്കൽ സ്ട്രിപ്പ് വരച്ചിട്ടാണ്, അവർ എഴുതി തന്നിരിക്കുക. വെർട്ടിക്കൽ സ്ട്രിപ്പ് അവർ വരച്ച് അവർ ലിമിറ്റ് കൊടുത്ത് വെച്ചിരിക്കുക. ഇതിനെ നമ്മൾ ഇനി ഹൊറിസോണ്ടൽ ആക്കണം. ഹൊറിസോണ്ടൽ ആക്കുമ്പോൾ ഇങ്ങനെയായി മാറില്ലേ? ഹൊറിസോണ്ടൽ ആകുമ്പോൾ ഇങ്ങനെയായി മാറും. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഇവിടുത്തെ x മുതൽ ഇവിടുത്തെ x വരെ എന്നല്ലേ പറയുന്നത്. ഇവിടുത്തെ x എന്താ നോക്കൂ, y = ln x എന്നാ. അതിൽ നിന്ന് x = എന്ത് വരും? ln ഇപ്പുറം വരുമ്പോൾ e⁻y എന്നാകും. ln x നിന്ന് x വരുമ്പോൾ ln ഇപ്പുറം വരുമ്പോൾ e⁻y. അപ്പോൾ ഇവിടെ x = e⁻y മുതൽ ഇവിടുത്തെ x എന്താ? x = 3 നോക്കൂ, അത് എവിടെ ഹൊറിസോണ്ടൽ വരച്ചാലും സെയിം കർവുകൾ കിടക്കല്ലേ. അപ്പോൾ x = e⁻y to 3. അപ്പോൾ ഡബിൾ ഇൻ്റഗ്രൽ e⁻y മുതൽ 3 വരെ, e⁻y മുതൽ 3 വരെ x dx എന്നായി മാറും. dx. ഇങ്ങനെയുള്ള ഹൊറിസോണ്ടൽ സ്ട്രിപ്പുകൾ ഇവിടം മുതൽ ഇവിടം വരെ മൂവ് ചെയ്യും. എവിടം തൊട്ട്? ഇവിടുത്തെ y മുതൽ, ഇവിടുത്തെ y എന്ന് പറഞ്ഞാൽ y = 0 തുടങ്ങി ഈ പോയിന്റ് വരെ. ആ പോയിന്റിലെ y നമ്മൾ കണ്ടുപിടിക്കണം. കാരണം ഹൊറിസോണ്ടൽ സ്ട്രിപ്പ് ഇവിടുന്ന് ഇങ്ങനെ മൂവ് ചെയ്ത് ഇവിടം വരെ വരുമല്ലേ. ഇങ്ങനെ മൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ y മൂവ് ചെയ്യും. 0 നിന്ന് തുടങ്ങി ഇവിടെ വരും. അവിടുത്തെ y ഏതാ? അവിടുത്തെ x 3 അല്ലേ. x 3 എടുത്ത് ഇതിൽ കൊടുത്താൽ മതി. y = ln 3. അപ്പോൾ ഇവിടെ y = ln 3 ആണ് ഈ പോയിന്റ്. മനസ്സിലാവുന്നുണ്ടല്ലോ. ഇങ്ങനെ വരയ്ക്കുന്ന ഹൊറിസോണ്ടൽ സ്ട്രിപ്പ്, ഇങ്ങനെ വരയ്ക്കുന്ന ഹൊറിസോണ്ടൽ 0 നിന്ന് തുടങ്ങി ഇവിടം വരെ കട്ട് ചെയ്ത് ഇവിടം വരെ വരും. അവിടെ എന്ന് പറഞ്ഞാൽ അവിടുത്തെ y വരെ വരും. y അത് അറിയത്തില്ല. അത് അറിയാൻ വേണ്ടി x-ന് 3 എടുത്ത് ഇതിൽ കൊടുക്കുമ്പോൾ y ln 3 ആകും. അപ്പോൾ 0 to ln 3 dy എന്നായി മാറും.
ശരിയാണല്ലോ. 0 to ln3 dy എന്താണെന്ന് മനസ്സിലാവുന്നുള്ള കാര്യം. ഹൊറിസോണ്ടൽ സ്ട്രിപ്പ് ആകുമ്പോൾ x to x ആണ്. അങ്ങനെയുള്ള ഹൊറിസോണ്ടൽ സ്ട്രിപ്പ് ഈ ബേസിൽ നിന്ന് തുടങ്ങി, ബേസ് എന്ന് പറഞ്ഞാൽ y = 0 ൽ തുടങ്ങി മൂവ് ചെയ്ത് ഇവിടെ എത്തും. ഇവിടെ എന്ന് പറഞ്ഞാൽ അവിടുത്തെ y വരെ എത്തും. ആ y എന്ന് പറഞ്ഞാൽ അറിയില്ല, x3 കൊടുത്ത് ln3 എന്ന് എഴുതി. ഇനി ഇയാളെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ശ്രദ്ധിക്കൂ, നോക്കൂ, ഇവിടെ dy യും dx ഉം തിരിച്ചെഴുതിയപ്പോൾ എൻ്റയർലി ലിമിറ്റുകൾ ഫുള്ള് മാറി. ഈ റെക്റ്റാങ്കുലറിൽ തിരിച്ചെഴുതുന്ന പോലെ ഇവിടെ എഴുതാൻ കഴിയുമോ? കഴിയത്തില്ല, കാരണം സ്ട്രിപ്പ് മാറുമ്പോൾ ഫംഗ്ഷനുകളെല്ലാം മാറും. ഇനി ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഈക്വൽ ടു 0 to ln3 എക്സിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ x²/2 ടു ദ ലിമിറ്റ് e⁻y⁴ dy. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്നാ ഇൻ്റഗ്രൽ 0 to ln3 ഈ 3 കൊടുക്കുമ്പോൾ 9/2 മൈനസ് e⁻y കൊടുക്കുമ്പോൾ e⁻y² ദാറ്റ് ഈസ് e⁻2y/2 dy എന്നാകും. ശരിയാണല്ലോ. e⁻y² എന്ന് പറഞ്ഞാൽ e⁻y² ഈസ് e⁻2y, a⁻m ഈസ് a⁻mn. ഇനി ഇയാളെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക, അതിലേക്ക് ലിമിറ്റ് കൊടുക്കുക. ഈക്വൽ ടു അതിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ഈക്വൽ ടു 9/2നെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 9/2y അതിന് കൊടുക്കുന്നു 0 to ln3 മൈനസ് e⁻2y ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ e⁻2y/2. താഴെ ഒരു 2 ഓൾറെഡി ഉണ്ട്, 4 0 to ln3. e⁻2y e⁻2y/2 ഓൾറെഡി ഒരു 2 ഉണ്ട്, അതുകൊണ്ട് 4 ആകും. ഈക്വൽ ടു 9/2 ഇൻറ്റു ln3 മൈനസ് 0 ഇറ്റ്സ് ln3 മൈനസ് e⁻2 ln3/4 മൈനസ് e⁻0/4 ഈക്വൽ ടു ഇവിടെ 9/2 ln3 മൈനസ് 2 അങ്ങ് പവറിൽ കയറുമ്പോൾ e⁻ln3² e⁻ln3² ഈസ് e⁻ln9. യും ln പോകുമ്പോൾ 9/4 മൈനസ് 1/4 എന്നാകും. ഈക്വൽ ടു 9/2 ln3 മൈനസ് 8/4 2 എന്നാകും. 9/2 ln3 മൈനസ് 2. ശ്രദ്ധിക്കണം, ഈ 2 മേളിൽ പോകുമ്പോൾ 3² e⁻ln3² ഈസ് യും ln പോകും 3² 9. 9/4 മൈനസ് 1/4 ഈസ് 8/4 ഇറ്റ്സ് 2. 9/2 ln3 മൈനസ് 2. അപ്പോൾ ശ്രദ്ധിക്കുക, dy ആണ് ആദ്യം തന്നിരിക്കുന്നതെങ്കിൽ വെർട്ടിക്കലാണ്, അയാളെ ഹൊറിസോണ്ടലാക്കി മാറ്റണം. അപ്പം ഈ റീജിയനുകൾ വരച്ചിട്ട് ഹൊറിസോണ്ടൽ വരച്ച് ഹൊറിസോണ്ടൽ ലിമിറ്റ് കൊടുത്ത് ചെയ്യുക. മനസ്സിലാവുന്നുണ്ടല്ലോ? ശ്രദ്ധിച്ച് ചെയ്യണം. റിവേഴ്സിംഗ് ദ ഓർഡർ പരീക്ഷയ്ക്ക് ഉറപ്പായും ചോദിക്കും. നമുക്കൊരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ഉണ്ട്, അത് വരുന്നുണ്ട്. ബട്ട് ഇത് ചെയ്ത് ശീലിക്കുക. റഫറൻസ് ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. Evaluate double integral 0 to 2 integral y/2 to 1 e⁻x² dx dy by changing the order of integration. ഇതും ഒരു പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ആണ്. നോക്കൂ, dx ആണ് തന്നിരിക്കുന്നത്, ഹൊറിസോണ്ടൽ സ്ട്രിപ്പാണ്. അപ്പം ഇത് എക്സിൻ്റെ ആണ് ലിമിറ്റ്. അപ്പോൾ എങ്ങനെ എടുക്കണം? x = y/2, x = 1, then y = 0, y = 2. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതിൽ നിന്ന് y കണ്ടുപിടിച്ചാൽ ഇതിൽ നിന്ന് y കിട്ടുമ്പോൾ y = 2x, x = 1, y = 0, y = 2. ഗ്രാഫ് വരയ്ക്കാമല്ലോ. y = 2x എന്ന് പറഞ്ഞാൽ y = mx എന്ന് പറഞ്ഞാൽ ഒറിജിനൽ കൂടി പോകുന്ന ലൈനാണ് y = mx. m is a number. 2x എന്നോ 3x എന്നോ ഹാഫ് x എന്നോ എങ്ങനെ വന്നാലും. ഇനി x = 1, x = 1 ആണ്. y0 എന്ന് പറഞ്ഞാൽ x ആക്സ് ആണ്. y2 എന്ന് പറഞ്ഞാൽ x1 ഇവിടെ കൊടുക്കുമ്പോൾ ഇതാണ് y2. y = 2, x-ന് 1 കൊടുക്കുമ്പോൾ കിട്ടുന്ന y2 എല്ലാം മാർക്ക് ചെയ്തു. ഇതാണ് നമ്മളുടെ റീജിയൻ. ഈ റീജിയനിൽ അവർ ഹൊറിസോണ്ടൽ സ്ട്രിപ്പാണ് വരച്ചിരിക്കുന്നത്. നമ്മളതിനെ വെർട്ടിക്കൽ സ്ട്രിപ്പാക്കി മാറ്റണം. ഹൊറിസോണ്ടലാണ് അവരെടുത്തിരിക്കുന്നത്, നമ്മൾ വെർട്ടിക്കൽ ആക്കുമ്പോൾ നമുക്ക് വെർട്ടിക്കൽ സ്ട്രിപ്പ് വരയ്ക്കാം. അപ്പോൾ ഇവിടുത്തെ y മുതൽ ഇവിടുത്തെ y വരെ എന്നാകും. ഇവിടുത്തെ y എന്താ? 0, കാരണം x ആക്സ് ആണ്. ഇവിടുത്തെ y എന്താ? 2x ആണ് അല്ലേ? അപ്പോൾ എങ്ങനെ എഴുതാം? വളരെ എളുപ്പമാണ്. ഇൻ്റഗ്രൽ 0 to 2x. അങ്ങനെയുള്ള വെർട്ടിക്കൽ സ്ട്രിപ്പ് എവിടെ തൊട്ട് എവിടം വരെ മൂവ് ചെയ്യും? ഇവിടുന്ന് കട്ട് ചെയ്ത് ഇവിടം വരെ എന്ന് പറഞ്ഞാൽ x = 0 മുതൽ x = 1 വരെ. ശരിയാണല്ലോ? 0 to 1 ആണല്ലോ മൂവ് ചെയ്യുന്നത് വെർട്ടിക്കലായിട്ട്. വെർട്ടിക്കൽ സ്ട്രിപ്പ് മൂവ് ചെയ്യുന്നത് ഹൊറിസോണ്ടലി 0 to 1 ആണ്. 0 to 1 e⁻x² dy dx എന്നായി മാറും. അപ്പോൾ ഇത് തിരിക്കുമ്പോൾ ലിമിറ്റുകളെല്ലാം മാറി. ഇനി ഡയറക്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇൻ്റഗ്രൽ 0 to 1 വിത്ത് റെസ്പെക്ട് ടു y ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? e⁻x² കോൺസ്റ്റൻറ്റ് dy y ടു ദ ലിമിറ്റ് 0 to x dx. ഇനി 2x കൊടുക്കാം. 0 to 1 e⁻x² ഇൻറ്റു 2x മൈനസ് 0 കൊടുക്കേണ്ടതില്ല dx. ദാറ്റ് ഈസ് ഈക്വൽ ടു, നോക്കൂ ഇനി എങ്ങനെ എക്സിൽ ചെയ്യുക? x² u എന്ന് കൊടുക്കുക. x² u എന്ന് കൊടുക്കുമ്പോൾ e⁻u ഇൻറ്റു du. x² u കൊടുക്കുമ്പോൾ x 0 ആകുമ്പോൾ u0, x 1 ആകുമ്പോൾ u1. അറിയാമല്ലോ,
എക്സ് സ്ക്വയറിന് പകരം നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂഷനാണ് പണ്ട് പഠിക്കുന്നതാണ്, അതുപോലൊന്നും എഴുതേണ്ടതില്ല. എക്സ് സ്ക്വയർ യു, എക്സ് 0 ആകുമ്പോൾ u0, എക്സ് 1 ആകുമ്പോൾ u1, 2x dx du, 2x dx തന്നെ അവിടെ കിടപ്പുണ്ട്. ശരിയാണല്ലോ. അപ്പോൾ e raised to u du, ദാറ്റ് ഈസ് e raised to u തന്നെ 0 to 1, e raised to 1 minus e raised to 0 ഈക്വൽ ടു e മൈനസ് 1 എന്ന ആൻസർ കിട്ടും. അതിൻ്റെ ഫൈനൽ ആൻസർ എന്താ വരിക? e മൈനസ് 1. നോക്കൂ, ഇത് ഡയറക്റ്റ് ചെയ്യാൻ ഇങ്ങനെ ഹൊറിസോണ്ടലി ഇട്ട് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്, ഒരിക്കലും ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, ബുദ്ധിമുട്ടാണ്. പക്ഷേ അത് വെർട്ടിക്കലിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പെട്ടെന്ന് ആൻസർ കിട്ടും. അപ്പോൾ ചില ക്വസ്റ്റിനുകൾ ചില ഓർഡർ ചെയ്യുന്നതാണ് ഏറ്റവും എളുപ്പം. എനിവേ ഇവിടെ നമുക്ക് ചേഞ്ചിങ് ഓഫ് ദ ഓർഡർ അല്ലെങ്കിൽ റിവേഴ്സിംഗ് ദ ഓർഡർ ഓഫ് ഇൻ്റഗ്രേഷനെ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഗ്രാഫ് വരച്ചു, റിവേഴ്സ് ചെയ്തു, ആൻസർ കണ്ടുപിടിച്ചു. ശ്രദ്ധിക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളുടെ ടെക്സ്റ്റിലെ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളുടെ ടെക്സ്റ്റിലെ എക്സാമ്പിൾ ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്: ഇവാലുവേറ്റ് ദ ഡബിൾ ഇൻ്റഗ്രൽ I ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ R x square y dx dy where R is the triangular region bounded by x equal to 0, y equal to 0 and x plus y equal to 1. Reverse the order of integration and demonstrate the result obtained. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇതിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം, ഈ ഇൻ്റഗ്രേഷനെ ഇവാലുവേറ്റ് ചെയ്യണം. അതിന് ശേഷം അതിൻ്റെ ഓർഡർ റിവേഴ്സ് ചെയ്യുക, എന്നിട്ട് കിട്ടുന്ന റിസൾട്ട് നിങ്ങൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുക, സെയിം ആണെന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾക്ക് റീജിയൻ അങ്ങ് വരയ്ക്കാം. എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? എക്സ് ഈക്വൽ ടു 0, വൈ ഈക്വൽ ടു 0 ആൻഡ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1, ദാറ്റ് ഈസ് വൈ ഈക്വൽ ടു 1 മൈനസ് എക്സ് എന്നാണ്. ഇതാ ഗ്രാഫ് വരയ്ക്കുമ്പോൾ എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ വൈ ആക്സ് ആണ്, y ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എക്സ് ആക്സ് ആണ്, y ഈക്വൽ ടു 1 മൈനസ് എക്സ്, എക്സിന് 0 കൊടുക്കുമ്പോൾ y1, വൈക്ക് 0 കൊടുക്കുമ്പോൾ x1. അപ്പോൾ ഇതാണ് നമ്മളുടെ ട്രയാങ്കുലർ റീജിയൻ. ദിസ് ഈസ് ദ ട്രയാങ്കുലർ റീജിയൻ. ഇതാണ് നമ്മളുടെ ട്രയാങ്കുലർ റീജിയൻ എന്ന് മനസ്സിലാക്കുക. ഇതാണ് നമ്മളുടെ ട്രയാങ്കുലർ റീജിയൻ. ഈ റീജിയനിൽ ആദ്യം നമ്മൾ ഇവാലുവേറ്റ് ചെയ്യേണ്ട ഇയാളെയാ, ദാറ്റ് ഈസ് ഡബിൾ ഇൻ്റഗ്രൽ R x square y dx dy എന്ന് പറഞ്ഞാൽ അർത്ഥം ഹൊറിസോണ്ടൽ സ്ട്രിപ്പാണ് ആദ്യം ഇടേണ്ടത്, അത് വെച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഹൊറിസോണ്ടൽ ഞാൻ വരയ്ക്കുന്നു. ഈ ഗ്രാഫ് കാണുമ്പോഴേ എനിക്കറിയാം ഇതിനകത്ത് ഹൊറിസോണ്ടൽ വരച്ചാലും വെർട്ടിക്കൽ വരച്ചാലും കുഴപ്പമില്ല. കാരണം ഹൊറിസോണ്ടൽ ആണെങ്കിലും താഴെ നിന്ന് മുകളിലോട്ട് പോകുന്തോറും ഇവർക്ക് രണ്ടുപേർക്കും ഇടയ്ക്കാണ്. ഇനി നിങ്ങൾ വെർട്ടിക്കൽ വരച്ചാലും ഇവിടുന്ന് അങ്ങോട്ട് പോകുന്തോറും ഈ രണ്ട് കർവിനും ഇടയ്ക്കാണ്, ഒരു കുഴപ്പവും വരത്തില്ല, രണ്ടും അപ്ലൈ ചെയ്യാം. ബട്ട് ഇവിടെ ആദ്യം dx അവർ തന്നിരിക്കുന്നതുകൊണ്ട് ഹൊറിസോണ്ടൽ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ എക്സ് എന്താ? എക്സ് ഈക്വൽ ടു 0, വൈ ആക്സ് അല്ലേ, മുതൽ ഇവിടുത്തെ എക്സ് വരെ, ഇവിടുത്തെ എക്സ് എന്താ? 1 മൈനസ് വൈ. കാരണം വൈ ഈക്വൽ ഇതിൽ നിന്ന് എക്സ് ഈക്വൽ ടു 1 മൈനസ് വൈ എന്ന് എഴുതാം. എക്സ് ഈക്വൽ ടു 1 മൈനസ് വൈ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ 0 to 1 മൈനസ് വൈ എക്സ് സ്ക്വയർ വൈ ഡി എക്സ്. ഇങ്ങനെയുള്ള ഹൊറിസോണ്ടൽ സ്ട്രിപ്പ് ഇങ്ങനെ കട്ട് ചെയ്ത് മുകളിലേക്ക് പോകുമ്പോൾ എവിടെ തൊട്ട് എവിടെ വരെ പോകും? വൈയിൽ 0 to 1 വരെ പോകും. 0 to 1 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ കിട്ടുക? ഇൻ്റഗ്രൽ 0 to 1 ഡി എക്സ് ഡി വൈ ഉണ്ടല്ലോ, 0 to 1 dy വിത്ത് റെസ്പെക്ട് എക്സ് ചെയ്യുമ്പോൾ y ഇൻറ്റു എക്സ് സ്ക്വയറിൻ്റെത് എക്സ് ക്യൂബ് ബൈ 3 ടു ദ ലിമിറ്റ് 0 to 1 മൈനസ് വൈ ഡി വൈ എന്നാകും. മനസ്സിലാവുന്നുണ്ടല്ലോ? ഡി എക്സ് ആണ്, എക്സിൻ്റെ ലിമിറ്റാണ് 0 to 1 മൈനസ് വൈ, വൈയുടെ ലിമിറ്റാണ് 0 to 1. കാരണം ഈ ഹൊറിസോണ്ടൽ ഇവിടുന്ന് മൂവ് ചെയ്ത് ഇവിടം വരെ എത്തണം, അപ്പോൾ 0 to 1 ആകും. അതിൻ്റെ ലിമിറ്റാണ് ഡി വൈ. ഇനി വിത്ത് റെസ്പെക്ട് എക്സ് ചെയ്തപ്പോൾ എക്സ് സ്ക്വയറിൻ്റെ എക്സ് ക്യൂബ് ബൈ 3 എന്നാകും. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ 0 to 1 വൈ ഇൻറ്റു 1 മൈനസ് വൈ ദ ഹോൾ ക്യൂബ് ബൈ 3 മൈനസ് 0 കൊടുക്കേണ്ടതില്ല കാരണം 0 ആണ്, ഇൻറ്റു ഡി വൈ. ശരിയാണല്ലോ? ഈക്വൽ ടു 0 to 1 ഇൻറ്റു വൈ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/3 ഇനി പുറത്തെടുക്കാം. 1/3 പുറത്തെടുക്കുമ്പോൾ വൈ ഇൻറ്റു എ ക്യൂബ് മൈനസ് 3a സ്ക്വയർ ബി പ്ലസ് 3ab സ്ക്വയർ മൈനസ് ബി ക്യൂബ് എന്നാകും. ശരിയാണല്ലോ? 1 മൈനസ് 3a സ്ക്വയർ ബി പ്ലസ് 3ab സ്ക്വയർ മൈനസ് ബി ക്യൂബ് ഇൻറ്റു ഡി വൈ എന്നായി മാറും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 1/3 ഇൻറ്റു 0 to 1 വൈ മൈനസ് 3y സ്ക്വയർ പ്ലസ് 3y ക്യൂബ് മൈനസ് y റൈസ് ടു 4 dy. ഇനി അത് ഡയറക്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ്റഗ്രേറ്റ് ചെയ്ത് നമ്മൾ ലിമിറ്റ് കൊടുത്ത് ആൻസർ കാണണം. നോക്കാം. അപ്പോൾ ഇതാണ് കിട്ടിയത്. ദിസ് ഈസ് ഈക്വൽ ടു 1/3 ഇൻറ്റു ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ y സ്ക്വയർ ബൈ 2 ടു ദ ലിമിറ്റ് 0 to 1 മൈനസ് 3y ക്യൂബ് ബൈ 3 ടു ദ ലിമിറ്റ് 0 to 1 പ്ലസ് 3y റൈസ് ടു 4/4 ടു ദ ലിമിറ്റ് 0 to 1 മൈനസ് y റൈസ് ടു 5/5 ടു ദ ലിമിറ്റ് 0 to 1. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/3 ഇൻറ്റു 1 കൊടുക്കുമ്പോൾ 1/2, 0 കൊടുക്കേണ്ടതില്ല, മൈനസ് 3യും 3യും അങ്ങ് പോവും. 1 കൊടുക്കുമ്പോൾ 1 പ്ലസ് 3/4, 0 കൊടുക്കേണ്ടതില്ല, മൈനസ് 1/5 ഈക്വൽ ടു 1/3 ഇൻറ്റു ഹാഫ് മൈനസ് 1 ഈസ് മൈനസ് ഹാഫ്
plus 3 by 4 minus 1 by 5. That is equal to 1 by 3 into, നോക്കൂ ഇത് തമ്മിൽ എടുക്കുമ്പോൾ -4 plus 6, -4 plus 6 is 2 by 8, 2 by 8 minus 1 by 5 equal to 2 by 8 എന്ന് പറഞ്ഞാൽ 1 by 4 ആണ്. 1 by 3 into 1 by 4 minus 1 by 5 equal to 5 minus 4 1 by 20 into 3 1 by 60 എന്ന ആൻസർ കിട്ടും. 1 by 60 ഡയറക്റ്റ് ഇത് ചെയ്യുമ്പോൾ നമുക്ക് 1 by 60 എന്നാണ് ആൻസർ കിട്ടുക. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഇയാളുടെ ഓർഡർ റിവേഴ്സ് ചെയ്യണം. റിവേഴ്സ് ചെയ്ത് ഇതുപോലെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോഴും സെയിം ആൻസർ കിട്ടുന്നു എന്ന് തെളിയിക്കണം. നോക്കാം, ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കിനി ഇയാളെ റിവേഴ്സ് ചെയ്യണം. ദാറ്റ് ഈസ് ഡബിൾ ഇൻ്റഗ്രൽ ആർ എക്സ് സ്ക്വയർ വൈ ഡി എക്സ് ഡി വൈയെ റിവേഴ്സ് ചെയ്യാൻ പോവാണ്. ഈക്വൽ ടു ഡബിൾ ഇൻ്റഗ്രൽ. നോക്കൂ, ഇത് ഹൊറിസോണ്ടൽ ആയിരുന്നു, ഇനി വെർട്ടിക്കൽ ആക്കണം. ഡി വൈ ആക്കുമ്പോൾ വെർട്ടിക്കൽ ആക്കണം. അപ്പോൾ ഞാൻ വെർട്ടിക്കൽ വരയ്ക്കാൻ പോവാണ്. വെർട്ടിക്കൽ സ്ട്രിപ്പ് വരയ്ക്കുന്നു. വെർട്ടിക്കൽ സ്ട്രിപ്പ് വരയ്ക്കുമ്പോൾ ഇങ്ങനെയാണ് വരയ്ക്കുക. അപ്പോൾ ഇവിടുത്തെ വൈ മുതൽ, ഇവിടെ വൈ 0 ആണ് കാരണം എക്സ് ആക്സ് ആണ്, ഇവിടുത്തെ വൈ വരെ വൈ എന്ന് പറഞ്ഞാൽ 1 മൈനസ് എക്സ് ആണ്. ശരിയാണല്ലോ? അപ്പോൾ 0 to 1 മൈനസ് എക്സ് എക്സ് സ്ക്വയർ വൈ ഡി വൈ, വൈ ലിമിറ്റ് കൊടുത്തു. ഇങ്ങനെയുള്ള വെർട്ടിക്കലി ഇങ്ങനെ കട്ട് ചെയ്ത് പോകുമ്പോൾ എവിടം വരെ പോകും? 0 to 1 വരെ, കാരണം എക്സ് 0 to 1 വരെയാണുള്ളത്. എക്സ് ആക്സിൽ 0 to 1 വരെ പോകും. അപ്പോൾ ഇവിടെ ഡി എക്സ് എന്ന് കൊടുക്കാം. എക്സ് ആക്സിസിൽ 0 to 1, ദാറ്റ് ഈസ് 0 to 1 വൈ ആണ് ചെയ്യുന്നത്. അപ്പോൾ എക്സ് സ്ക്വയർ ഇൻറ്റു വൈ എടുത്ത് വൈ സ്ക്വയർ ബൈ 2 ടു ദി ലിമിറ്റ് 0 to 1 മൈനസ് എക്സ് ഡി എക്സ് എന്നാകും. ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 1 എക്സ് സ്ക്വയർ ഇൻറ്റു 1 by 2 പുറത്തെഴുതാം. എക്സ് സ്ക്വയർ ഇൻറ്റു 1 മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കേണ്ട 0 ആയി പോകും ഡി എക്സ് ഈക്വൽ ടു 1 by 2 ഇൻറ്റു 0 to 1. ഇയാളെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ ഇൻറ്റു 1 മൈനസ് 2x പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ് എന്നായി മാറും. ഈക്വൽ ടു 1 by 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 1 എക്സ് സ്ക്വയർ മൈനസ് 2x³ പ്ലസ് എക്സ് റേസ് ടു 4 ഡി എക്സ് എന്നാകും. ശരിയാണല്ലോ? അങ്ങനെയാണെങ്കിൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക? ദാറ്റ് ഈസ് ഈക്വൽ ടു 1 by 2 ഇൻറ്റു എക്സ് സ്ക്വയറിൻ്റെ x³ by 3 ടു ദ ലിമിറ്റ് 0 to 1 മൈനസ് 2x റേസ് ടു 4 by 4 ടു ദ ലിമിറ്റ് 0 to 1 പ്ലസ് എക്സ് റേസ് ടു 5 by 5 ടു ദ ലിമിറ്റ് 0 to 1 എന്നാകും. ശരിയാണല്ലോ? ടു ദ ലിമിറ്റ് 0 to 1. അങ്ങനെ വരുമ്പോൾ എന്താ വരും? 1 by 2 ഇൻറ്റു 1 by 3 ലോവർ ലിമിറ്റ് കൊടുക്കണ്ട, മൈനസ് 2 by 4 പ്ലസ് 1 by 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 by 2 ഇൻറ്റു, നോക്കൂ, 1 by 3 4 minus 6, 4 minus 6 ഈസ്, വേണമെങ്കിൽ ഇതിനെ 1 by 2 എന്ന് എഴുതാം. 1 by 2 എന്ന് എഴുതിയാൽ 2 minus 3 മൈനസ് 1 by 6 പ്ലസ് 1 by 5 എന്നായി മാറും. അപ്പോൾ എന്താ വരിക? -5 plus 6 1 by 30, 1 by 30 into 2 നമുക്ക് എന്തെന്ന് തന്നെ കിട്ടും? 1 by 60 എന്ന് തന്നെ ആൻസർ കിട്ടും. ഈക്വൽ ടു നമുക്ക് ഇങ്ങോട്ട് എഴുതാം 1 by 2 ഇൻറ്റു, നോക്കൂ 2 by 4 പോകുമ്പോൾ 1 by 2 2 minus 3 LCM എടുക്കുകയാണ്. 2 ഇങ്ങോട്ട് 3 അങ്ങോട്ട്, 2 minus 3 minus 1 by 6 എന്ന് വന്നു. ഇത് വീണ്ടും LCM എടുക്കുമ്പോൾ -5 plus 6 ഇങ്ങോട്ട് മൾട്ടിപ്ലൈ -5 plus 6 1 by 30 ഈക്വൽ ടു 1 by 60 എന്നിവിടെയും നമുക്ക് ആൻസർ കിട്ടും. 1 by 60. നോക്കൂ, ഇത് ലിമിറ്റ് കൊടുത്തതാണ്, ശ്രദ്ധിച്ച് ചെയ്യുക. ഇത് കഴിഞ്ഞ ശേഷം ലിമിറ്റ് കൊടുക്കുന്നു. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും? 1 by 60 എന്ന ആൻസർ കിട്ടും. നോക്കൂ, റിവേഴ്സ് ചെയ്തപ്പോഴും നമുക്ക് സെയിം റിസൾട്ടാണ് കിട്ടിയത്. ദെർഫോർ നമുക്ക് എന്തെഴുതാം? ബൈ റിവേഴ്സിങ് ദ ഓർഡർ ഓഫ് ഇൻ്റഗ്രേഷൻ we got the same result. എങ്ങനെ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, ഇത്രയും ചെയ്ത് വെച്ചിരുന്നാൽ മതി. രണ്ടും ഒരേ റിസൾട്ട് ആണെന്ന് നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് വെച്ചു. ശ്രദ്ധിക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ഇൻ്റഗ്രൽ 0 to 4 ഇൻ്റഗ്രൽ √y to 2 e raised to x³ dx dy by reversing the order of integration. നോക്കൂ, ഇത് ഹൊറിസോണ്ടൽ ആണ്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എഴുതാം. എന്താ? ഡി എക്സിൻ്റെതാണ് ഇത്. x ഈക്വൽ ടു √y, x ഈക്വൽ ടു 2, y ഈക്വൽ ടു 0, y ഈക്വൽ ടു 4. ഇങ്ങനെയാണ്, കാരണം ഇത് എക്സിൻ്റെ ലിമിറ്റാണ്. ഡി എക്സ് ഡി വൈയുടേതാണ് 0 to 4. ഇതിൽ നിന്ന് നമുക്ക് y ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് കിട്ടും. x ഈക്വൽ ടു 2, ബാക്കിയെല്ലാം കൊണ്ട്. ദെർഫോർ ഗ്രാഫ് വരയ്ക്കുമ്പോൾ y ഈക്വൽ ടു എക്സ് സ്ക്വയർ, പരാബോള ഇങ്ങനെയാണ് ഇരിക്കുക. y ഈക്വൽ ടു എക്സ് സ്ക്വയർ തന്നെ x √y മതി, പ്ലസ് √y. അപ്പോൾ എങ്ങനെ വരും? ഇങ്ങോട്ടാണ് വരിക. √y ഈക്വൽ ടു എക്സ്, ഇത് മാത്രം മതി. ആൻഡ് x ഈക്വൽ ടു 2, x ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരയ്ക്കാം. x ഈക്വൽ ടു 2, ഇത് y ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്നാണ്. മനസ്സിലാവുന്നുണ്ട്? x ഈക്വൽ ടു 2 ആൻഡ് y ഈക്വൽ ടു 0 ആൻഡ് y ഈക്വൽ ടു 4.
2 എടുത്ത് ഇതിൽ കൊടുക്കുമ്പോൾ y ഇവിടെ നമുക്ക് 4 ആണ് കിട്ടുക. 2 ഇതിൽ കൊടുക്കുമ്പോൾ y 4 കിട്ടും. അതാണ് y = 4. ശരിയാണല്ലോ. y = x² എന്നുള്ള ഗ്രാഫാണിത്. x²ൻ്റെ ഒരു ഭാഗം മാത്രമേ നമ്മൾ വരച്ചിട്ടുള്ളൂ. 2 ഇതിൽ കൊടുക്കുമ്പോൾ 4, ഈ കൂട്ടിമുട്ടുന്ന പോയിൻ്റാണ് 4. അതെല്ലാം കൊടുത്തു. അപ്പോൾ ഇതാണ് നമ്മളുടെ റീജിയൻ. ആ കർവും x=9 എല്ലാം കൂടെ ചേരുന്നതാണ് നമ്മുടെ റീജിയൻ. ഈ റീജിയണിൽ അവർ ഹൊറിസോണ്ടൽ ഇട്ട് വെച്ചിട്ടുണ്ട്. നമ്മളതിനെ വെർട്ടിക്കലാക്കണം. വെർട്ടിക്കലാക്കുമ്പോൾ വെർട്ടിക്കലായിട്ടുള്ള സ്ട്രിപ്പ് ഇങ്ങനെയാണ് വരയ്ക്കുക. അപ്പോൾ ഇവിടുത്തെ y 0 ആണ്, കാരണം x ആക്സ് ആണ്. 2 ഇവിടുത്തെ y എന്താ x². ശരിയല്ലേ? അപ്പോൾ എങ്ങനെ വരും? $0 to x² e⁻x³ dy. ഇങ്ങനെയുള്ള വെർട്ടിക്കൽ സ്ട്രിപ്പ് എവിടം തൊട്ടാണ് പോകുന്നത്? x=0 തുടങ്ങി ഇങ്ങനെ മൂവ് ചെയ്ത് എവിടം വരെ വരും? x=2 വരെ, 0 to 2 വരെ മൂവ് ചെയ്ത് പോകും. ശരിയാണല്ലേ? കട്ട് ചെയ്ത് പോകുമ്പോൾ 0 മുതൽ 2 വരെ dx. ശരിയാണല്ലോ? ദാറ്റ് ഈസ് 0 to 2 e⁻x³ കോൺസ്റ്റന്റ് ഇൻറ്റു dy y to the limit 0 to x² dx equal to 0 to 2 e⁻x³ into x² dx എന്നാകും. ശരിയാണല്ലോ? ഇനി x³ പകരം u കൊടുക്കുമ്പോൾ 3x² dx എന്തെന്നാവും? du/3 ആകും. അറിയാമല്ലോ, du/3. therefore ഇൻ്റഗ്രൽ ലിമിറ്റ് കൊടുക്കുമ്പോൾ x-ന് 0 കൊടുക്കുമ്പോൾ 0, 2 കൊടുക്കുമ്പോൾ 2³ 8 e⁻u ഇൻറ്റു du/3 എന്നാകും. ലിമിറ്റ് ചേഞ്ച് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/3 ഇൻറ്റു e⁻u ഇൻറ്റു e⁻u തന്നെ 0 to 8. ദാറ്റ് ഈസ് 1/3 ഇൻറ്റു e⁻8 മൈനസ് e⁻0. ലോവർ ലിമിറ്റ് കൊടുക്കാൻ മറക്കരുത്. e⁻u ആണ്, അതുകൊണ്ട് അത് 1 ആകും. e⁻8 മൈനസ് 1/3 എന്ന് വരും. e⁻8 മൈനസ് 1/3. ഇതൊരു പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ആണ്. എനിവേ ഇങ്ങനെ ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മുടെ വെർട്ടിക്കൽ സ്ട്രിപ്പ് ആക്കുന്നത് ശ്രദ്ധിച്ച് ചെയ്ത് പഠിക്കും. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ഇൻ്റഗ്രൽ 0 to 2 ഇൻ്റഗ്രൽ y/2 to 1 cos x² dx dy ബൈ റിവേഴ്സിങ് ദ ഓർഡർ ഓഫ് ഇൻ്റഗ്രേഷൻ. അപ്പോൾ ഇവിടെയും ഹൊറിസോണ്ടൽ തന്നെയാണ്. അപ്പോൾ ഇത് x-ൻ്റെതാണ് ലിമിറ്റ്. x = y/2, x = 1, y = 0, y = 2. ശരിയാണല്ലോ? therefore y = 2x എന്ന് വരും. ഇതിൽ നിന്ന് y = 2x. അപ്പോൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ y = 2x എന്ന് പറഞ്ഞാൽ y = mx, ഒറിജിനിൽ കൂടെ പോകുന്ന ലൈനാണ്. നൗ x = 1, y = 0 എന്ന് പറഞ്ഞാൽ x ആക്സ് ആണ്. y = 2 എന്ന് പറഞ്ഞാൽ x-ന് 1 കൊടുക്കുമ്പോൾ y2 എന്ന് പറഞ്ഞാൽ ഇത് കൂട്ടിമുട്ടുന്ന പോയിൻ്റാണ് തന്നിരിക്കുന്നത്. 2 കൂട്ടിമുട്ടുന്ന പോയിൻ്റാണ് 2 തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ റീജിയൻ എന്ന് പറയുന്നത് ഇതാണ് നമ്മളുടെ റീജിയൻ. അവർ ഹൊറിസോണ്ടൽ സ്ട്രിപ്പാണ് വെച്ചിരിക്കുന്നത്. നമ്മൾ വെർട്ടിക്കലാക്കണം. വെർട്ടിക്കലാക്കുമ്പോൾ ഇങ്ങനെയാണ് വരിക ആണല്ലോ. അപ്പോൾ y = 0, ഇത് x ആക്സാണ്. y = 0 to ഇവിടുത്തെ y എന്താ? 2x തന്നെ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 2x. ഇൻ്റഗ്രൽ വെർട്ടിക്കൽ സ്ട്രിപ്പ് എവിടെ തൊട്ട് എവിടെ വരെ വരും? 0 മുതൽ x = 1 വരെ. 0 to 1 വരെയാണ് ഇത് കട്ട് ചെയ്ത് പോകുന്നത്. cos x² dy dx. വെർട്ടിക്കൽ സ്ട്രിപ്പ് ആകുമ്പോൾ dy dx. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 1 വിത്ത് റെസ്പെക്ട് ടു x y ചെയ്യുമ്പോൾ cos x² കോൺസ്റ്റന്റ് ഇൻറ്റു y എടുത്ത് y to the limit 0 to 2x dx. that is 0 to 1 cos x² into 2x dx എന്നാകും. ശരിയാണല്ലോ? x²ന് u കൊടുക്കുമ്പോൾ cos 2x dx du. therefore cos u ഇൻ്റഗ്രൽ cos u du x² x 0 ആകുമ്പോൾ 0² 0, x 1 ആകുമ്പോൾ 1² 1. therefore cos u ഇൻ്റഗ്രേഷൻ sin u to the limit 0 to 1 equal to sin 1 minus sin 0 is 0. ആൻസർ sin 1 എന്ന് വരും. ഈക്വൽ ടു sin 1 എന്നാണ് വരിക. എളുപ്പമാണ്. ജസ്റ്റ് ആ ഗ്രാഫ് വരയ്ക്കുക, റിവേഴ്സ് ചെയ്യുക, ഇൻ്റഗ്രേറ്റ് ചെയ്യുക, അത്രയേ ഉള്ളൂ. ശ്രദ്ധിക്കുക. ഒരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. ഫൈൻഡ് ഇൻ്റഗ്രൽ 0 to 1 ഇൻ്റഗ്രൽ 4x to 4 e⁻y² dy dx ബൈ റിവേഴ്സിങ് ദ ഓർഡർ ഓഫ് ഇൻ്റഗ്രേഷൻ. അപ്പോൾ വെർട്ടിക്കൽ സ്ട്രിപ്പാണ് തന്നിരിക്കുന്നത്. y = 4x, y = 4. ഇത് രണ്ടും y ആണ്. dx-ൻ്റെത് x = 0, x = 1. ദാ ഗ്രാഫ് വരയ്ക്കുമ്പോൾ y = 4x ഇങ്ങനെ പോകും. y = mx തന്നെയാണ്. y = 4x. നമുക്ക് റഫ് ഡയഗ്രാം മതിയല്ലോ. y = 4 ഇങ്ങനെ വരും. x = 0 ഇവിടെയാണ്. x = 1 എന്ന് പറഞ്ഞാൽ ഇവിടെ yക്ക് 4 കൊടുക്കുമ്പോൾ x 1 വരും. അപ്പോൾ ഈ കൂട്ടിമുട്ടുന്ന പോയിൻ്റാണ് ഈ തന്നിരിക്കുന്നത്. x = 1. അപ്പോൾ നമ്മുടെ റീജിയൻ എന്ന് പറയുന്നത് 4x-ഉം y = 4-ഉം എല്ലാം ചേരുന്നത്. ഇതാണ് നമ്മുടെ റീജിയൻ. y = 4x, y = 4, അത് രണ്ടും കൂടെ ചേരുന്നതാണ് നമ്മുടെ റീജിയൻ. ആ റീജിയണിൽ വെർട്ടിക്കൽ സ്ട്രിപ്പ് അവർ വെച്ചിട്ടുണ്ട്. നമ്മൾ ഹൊറിസോണ്ടൽ ആക്കണം. ഹൊറിസോണ്ടൽ ആക്കുമ്പോൾ ഇങ്ങനെയാണ് പോവുക. അപ്പോൾ എന്ത് സംഭവിക്കും? ഇവിടുത്തെ x മുതൽ x = 0, ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ x to x ആണ്. ഇവിടുത്തെ x = 0 മുതൽ ഇവിടുത്തെ x വരെ. ഇവിടുത്തെ x എന്ന് പറഞ്ഞാൽ എന്താ? y = 4x അല്ലേ?
അപ്പോൾ എക്സ് ഈക്വൽ ടു വൈ ബൈ ഫോർ, എക്സ് ഈക്വൽ ടു വൈ ബൈ ഫോർ. അപ്പോൾ ഇൻ്റഗ്രൽ 0 ടു വൈ ബൈ ഫോർ ഇ റേസ് ടു മൈനസ് വൈ സ്ക്വയർ ഡി എക്സ്, ഹൊറിസോണ്ടൽ ആയപ്പോൾ ഡി എക്സ്. അങ്ങനെയുള്ള ഹൊറിസോണ്ടൽ സ്ട്രിപ്പ് എവിടം തൊട്ട് എവിടം വരെ മൂവ് ചെയ്യും? ഇവിടം മുതൽ ഇവിടം വരെ മൂവ് ചെയ്യും. എന്ന് പറഞ്ഞാൽ വൈ ഈക്വൽ ടു 0 മുതൽ വൈ ഈക്വൽ 4 വരെ മൂവ് ചെയ്യും. 0 ടു 4 ഡി വൈ. ശരിയാണല്ലോ? ഇൻ്റഗ്രൽ 0 ടു 4 ഇ റേസ് ടു മൈനസ് വൈ സ്ക്വയർ കോൺസ്റ്റൻറ്റ് വിത്ത് റെസ്പെക്ട് ടു ഡി എക്സ് എടുക്കുമ്പോൾ എക്സ് ടു ദ ലിമിറ്റ്സ് വൈ ബൈ 4 ഡി വൈ. 0 ടു വൈ ബൈ 4 കൊടുക്കുമ്പോൾ ഇൻ്റഗ്രൽ 0 ടു 4 ഇ റേസ് ടു മൈനസ് വൈ സ്ക്വയർ വൈ ബൈ 4 ഡി വൈ എന്നാകും. ദാറ്റ് ഈസ് 1/4 ഇൻറ്റു ഇൻ്റഗ്രൽ ഇ റേസ് ടു മൈനസ് വൈ സ്ക്വയറിന് പകരം യു കൊടുക്കുമ്പോൾ മൈനസ് യു, 2y ഡി വൈ ആണ് ഡി യു, വൈ ഡി വൈ ഈസ് ഡി യു ബൈ 2. ഇനി 0 കൊടുക്കുമ്പോൾ വൈ സ്ക്വയർ 0, 4 കൊടുക്കുമ്പോൾ വൈ സ്ക്വയർ 16. ഇതൊക്കെ ഡയറക്റ്റ് അറിയാവുന്നതാണ്, വളരെ എളുപ്പത്തിൽ എഴുതുകയാണ്. ഈക്വൽ ടു 1/8 ഇൻറ്റു ഇ റേസ് ടു മൈനസ് യു ബൈ മൈനസ് 1 ടു ദ ലിമിറ്റ് 0 ടു 16. കാരണം ഇ റേസ് ടു മൈനസ് യുവിൻ്റെത് ഇ റേസ് ടു മൈനസ് യു ബൈ മൈനസ് 1 ആണ്. യുവിൻ്റെ കൂടുള്ള നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ദാറ്റ് ഈസ് 1/8 ഇൻറ്റു 16 കൊടുക്കുമ്പോൾ ഇ റേസ് ടു മൈനസ് 16 ബൈ മൈനസ് 1 മൈനസ് ഇ റേസ് ടു 0 ബൈ മൈനസ് 1 ഈക്വൽ ടു, നോക്കൂ, മൈനസ് 1 മൊത്തത്തിൽ പുറത്തെടുത്താൽ മൈനസ് 1/8 ഇൻറ്റു ഇ റേസ് ടു മൈനസ് 16 മൈനസ് 1 എന്ന് വരും. ഇ റേസ് ടു മൈനസ് 16 മൈനസ് 1. ദിസ് ഈസ് ദ ഫൈനൽ ആൻസർ. ഈ മൈനസ് 1 ആണ് താഴെ നിന്നെടുത്ത് ഇവിടെ കൊടുത്തു. മൈനസ് 1/8 ഇൻറ്റു ഇ റേസ് ടു മൈനസ് 16 മൈനസ് ഇ റേസ് ടു 0 ഈസ് 1. അപ്പോൾ എനിവേ ഇതൊക്കെ പ്രാക്ടീസ് ക്വസ്റ്റ്യനുകളാണ്. റിവൈസ് ചെയ്യാൻ നമ്മളൊരു എക്സാമ്പിൾ ചെയ്തു, അത് ഉറപ്പായും പരീക്ഷയ്ക്ക് ചോദിക്കും. ശ്രദ്ധിച്ച് ചെയ്ത് പഠിക്കുക.